ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മേലത്തെ റൂമും ഒക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മുടെ റനക്കുട്ടിക്ക് റൂമൊന്ന് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കട്ടിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചുച്ചുകുട്ടീൻ്റെയും ഒക്കെ കുറച്ച് പഠന സമയങ്ങളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൊറിയർ ഓഫീസിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അത് പോയി വാങ്ങിയിട്ട് വരണം. അങ്ങനെ റനക്കുട്ടീനെ ട്യൂഷൻ വിടണം. റൻകുട്ടീനെ ട്യൂഷൻ വിടും. അവിടെ പോയി സാധനങ്ങൾ വാങ്ങുക, വരിക. പിന്നെ അതിന് ശേഷം മുകളിൽ റൻകുട്ടിയുടെ റൂമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് പഠിക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പഠിക്കാതിരിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കരുതല്ലോ. ലൈറ്റോ? ഏത്? പെട്ടെന്ന് ഒരു ദിവസം പറയുമ്പോഴേക്കും ഞാൻ കയറി ഫിക്സ് ചെയ്യണം. ആളെന്നെ വരണം ഗൈസ്. ആ റൂമിൽ രാത്രി നേരത്ത് ഇരുട്ടാണ്. രാത്രി നേരത്തിന് തട്ടിട്ടിട്ടുണ്ട് അല്ലേ, അറിയുന്നില്ല. ഇതിപ്പോ നന്നായി. എന്ത് ഭംഗിയാണ്. ഇങ്ങോട്ട് വാ, നല്ല ഭംഗിയുണ്ട് സത്യം. അപ്പം ശരി, ഞങ്ങൾ പോയി സാധനം ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ ഞാനും റനക്കുട്ടിയും കൂടെ പോയി. റനക്കുട്ടീനെ ട്യൂഷൻ്റെ അവിടെ ഇറക്കി വിട്ടു. ഞാൻ പിന്നെ കൊറിയർ ഓഫീസിൽ പോയി. അതിന് ശേഷം എനിക്ക് വേറൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി. അതിനുശേഷം പിന്നെ ഒരു നമ്പർ പ്ലേറ്റ് എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് അപ്പോൾ അത്ര സമയം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മാനെ കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇതാണ് മുകളിൽ ഒരു റൂം കേട്ടോ. ഇത് വേറൊരു റൂമും കൂടിയാണ്. അപ്പോൾ ഈ കട്ടിൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ റൂമിലേക്ക് മറ്റേ റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു. താഴെ ഉണ്ടായിരുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് പടിപ്പടിയായിട്ട് മുകളിലേക്ക് കയറ്റി. ഇനി മുകളിലത്തെ ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്കൊന്ന് മാറ്റി കൊണ്ടുവരണം കേട്ടോ. കാരണം റനക്കുട്ടിക്ക് തീരെ താഴെ പഠിക്കാൻ പറ്റുന്നില്ല. ഹയാൻ വന്നിട്ട് ടി വി ഇട്ടിട്ട് ഇരുന്നാൽ ഫുൾ ടൈം അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ റൂമിൽ തന്നെ അവളൊരു കോർണറിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടി വിൻ്റെ സൗണ്ടും കുട്ടികളുടെ സൗണ്ടും എല്ലാം കൂടെ പഠിക്കാൻ പറ്റുന്നില്ല. ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വായടിക്കാൻ തുടങ്ങി. പിന്നെ ഈ റൂമിൽ ലൈറ്റും ഫാനൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ തലേ ദിവസം ആളിനെ വിളിച്ച് വരുത്തി ലൈറ്റും ഫാനും ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അവൾക്കൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അയാനും ഉണ്ടോ മെല്ലെ നടക്കുന്നത്. ഇന്ന് പണി പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അവന് പണിയൊക്കെ ചെയ്തു തരും, നല്ല കുട്ടിയാണ്. പക്ഷെ നമ്മൾ പണി പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക ദേഷ്യമായിരിക്കും. പിന്നെ എന്നെ വെറുപ്പിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേശ്ശായിട്ട് സാധനങ്ങൾ മാറ്റാനായിട്ട് തുടങ്ങി കേട്ടോ. ഇത് വന്നിട്ട് വേറൊരു റൂമാണ് മുകളിൽ തന്നെ ഉള്ളത്. അത്യാവശ്യം എല്ലാം കുറച്ച് വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ്. പക്ഷെ പണി എല്ലായിടത്തും ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ സാധനം വെക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. കാരണം കുറേ സാധനങ്ങൾ നമുക്ക് എടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ വന്നിട്ട് എനിക്ക് ഓരോന്ന് പൊളിച്ചിട്ട് കുറേശ്ശായിട്ട് ഓരോന്ന് എടുക്കണമെങ്കിൽ സൗകര്യമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ താഴെ നിരത്തി വെക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പാസ്പോർട്ട്, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. ഞാൻ കിട്ടിയ ഭാഗത്തൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ സാധനമില്ല. പിന്നെ മറ്റേ പഴയ വീട്ടിൽ ഇപ്പോഴും കുറേ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടില്ല. എടുക്കാനുള്ളൊരു സാഹചര്യം അന്നായിരുന്നില്ല. പിന്നീട് എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങോട്ട് പോകാനേ തോന്നിയിട്ടില്ല ഗൈസ്. ഇപ്പം ഏകദേശം 15-ാം തീയതി എന്തോ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ മാസം മാറിയത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 1 മാസത്തോളമായി. ഈ ദിവസത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. എനിക്ക് പോകാൻ തോന്നുന്നില്ല. ആ വഴിക്ക് വരാണെങ്കിൽ പോലും ആ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും ഞാൻ നോക്കുന്നില്ല. എന്താണെന്നറിയില്ല. അമ്മ എന്നിട്ട് പറയണ്ടായിരുന്നു, അന്ന് ആ വഴിക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, നീ എന്താ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞ് നോക്കാത്തത് എന്ന്. അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് റൺകുട്ടീനോട് പറയുന്നുണ്ട്, കുറേ സാധനങ്ങൾ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ എടുക്കാനുണ്ട്, നീ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരുമോ എന്ന് പറയുമ്പോൾ അവൾ പറയും അമ്മയില്ലാതെ ഞാൻ പോകില്ലാന്ന്. അപ്പോൾ പിന്നെ അവിടെ പോകാനും പറ്റിയിട്ടില്ല. പിന്നെ ഇത് എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കണം. തുടച്ചിട്ടില്ല ഇവിടെ ഒന്നും. ഇൻഷാ അല്ലാഹ് നമുക്ക്
ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാർ വരുന്ന സമയത്ത് എല്ലാം ക്ലീൻ ആക്കും. അതുവരെ തുടയ്ക്കില്ല എന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. ഈ റൂം നല്ല രസമുണ്ട് കേട്ടോ. പകലൊക്കെ കാണുന്ന സമയത്ത് ഫുൾ വുഡൻ പാനലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് പൊതുവെ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ല. ഇതൊരു ഈട്ടിയോ എന്താ പറയില്ല, ആ ഒരു കളറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സെയിം ടൈം വുഡിൻ്റെ അതേ കളറാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ അതേ നമ്മൾ ഈ ഒരു ടേബിൾ അവൾക്ക് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ എടുത്തിട്ട് പോവാണ് കേട്ടോ. ഇവൻ പണി പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ റൺകുട്ടീനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ ചെയ്യലടാന്ന് പറഞ്ഞപ്പോൾ എന്നെ അവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അടിയിൽ കൂടെ. പിന്നെ അതേ ടേബിൾ മുകളിൽ കയറ്റിട്ടുണ്ട്. അത് പിന്നെ അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പൊന്നും വേണ്ടി വന്നില്ല. മാക്സിമം ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനാണ് കേട്ടോ നോക്കുക. ആരെങ്കിലും ആശ്രയിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ കട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ പക്ഷേ കട്ടിൽ എൻ്റെ കയ്യിലില്ല. ആകെ ഉള്ളത് നമുക്ക് 2 കട്ടിലാണ്. 2 നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ലേ, ആ കട്ടിൽ വേണം സെറ്റാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ റൂമിലൊരു കോർണറിൽ ടേബിൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഒരു കട്ടിലില്ലേ, നമ്മൾ ഡബിൾ ഡെക്കറായിട്ട് ഉണ്ടാക്കിച്ചതാണ് മുൻപ്. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതിന് നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, നമ്മുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിക്കുകയാണ് കേട്ടോ മിക്കതും ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വുഡല്ല, അതിനെന്താ പറയുക, അയ്യോ ആവശ്യത്തിന് വാക്കുകളും കിട്ടൂല, പ്ലൈവുഡ്, മരമല്ല പ്ലൈവുഡ് ജസ്റ്റ് ഒന്ന് അടിച്ചങ്ങനെ കൊടുത്തിട്ട് ബെഡ് ഇട്ടു. അപ്പോൾ പിന്നെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ പ്ലൈവുഡ് ആണെന്നൊന്നും കാണൂലല്ലോ. ആ ബെഡ് എൻ്റെ തന്നെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച ബെഡാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പൈസ ചേർത്ത് വെച്ചതിന് ശേഷം 2 ബെഡ് അങ്ങനെ വാങ്ങി ഇട്ടതായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഈ കൊറിയർ ഓഫീസിലേക്ക് പോണ സമയത്താണ് ഇവർ ഇത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഹയങ്കുട്ടനത്ത് പറഞ്ഞു, നീ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കടാന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്, പക്ഷെ നല്ല ചെറുതാക്കിപ്പോയി, നിലത്ത് കട്ടിൽ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഞാൻ എത്തുമ്പോഴേക്കും ഇവർ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ആകെ സങ്കടമായി. മുകളിലത്തെ ആ ഒരു പീസും ഇങ്ങനെ കട്ട് ചെയ്തു. ശരിക്കും അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം മാത്രം ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, തീരെ നിലത്ത് വെച്ച പോലെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളതൊന്ന് ഈക്വലാക്കി കുറച്ചൊന്ന് ഹൈറ്റാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു വന്നു. പിന്നെ നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വന്ന സാധനം ഇതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലേക്ക് പ്രൊമോഷൻ ചെയ്യാൻ ഇവരിങ്ങനെ ഇടയ്ക്ക് അയച്ചു തരും. നല്ല സാധനമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബക്ലാവ അതുപോലത്തെ സാധനമാണ്. മുമ്പൊക്കെ എന്ന് പറയുന്ന സമയത്ത് മക്കൾക്ക് അങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എനിക്കിതുപോലെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആർക്കും ഇതൊന്നും കൊടുക്കാനും ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും അവർ അയച്ചു തരുന്നത്. അൽഹംദുലില്ലാ ആ സമയത്ത് മക്കൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ ആ വീഡിയോ ഷൂട്ട് കഴിഞ്ഞു, കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തതിന് ശേഷം ഞാൻ അപ്പോഴാണ് മുകളിൽ വന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇവരിങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ ഒന്ന് റെഡിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചു. പിന്നെ ഇപ്പുറത്തെ റൂമിൽ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ലഞ്ച് ബോക്സ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടതിൽ എനിക്ക് വീണ്ടും പണി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും എളുപ്പത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അത്രയും പണികളൊക്കെ ചെയ്തിട്ട് വീഡിയോ ഇട്ട് നോക്കിയപ്പോൾ അതിൽ കൊടുത്ത വാട്സാപ്പ് നമ്പർ എൻ്റെ ആ സിമ്മ് കാണുന്നില്ല. ഉള്ള സിം അതാണോ എന്നറിയില്ല, വർക്കാവുന്നുമില്ല. വാട്സാപ്പിലെല്ലാം ചെയ്ത് വെച്ചൊരു ബിസിനസ് വാട്സാപ്പായിരുന്നു, അതിപ്പോൾ ഇല്ല. അതുകൊണ്ട് ആകെ വിഷമമായി. കുറേ പേര് ചിലപ്പോൾ അതിൽ ഓർഡർ ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് അതൊന്നും നോക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വേറൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പുതിയ മോഡലാണ് കേട്ടോ, അടിപൊളി പ്രീമിയം ക്വാളിറ്റിയാണ്. വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും, നിങ്ങളതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് വാട്സപ്പ് ചെയ്തോ. മൺഡേ തൊട്ടിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനല്ല, സ്റ്റാഫാണ് ഉണ്ടാവുക. ഞാനിപ്പോഴും പറയണം, പ്ലീസ് പേഴ്സണൽ കാര്യങ്ങൾ അതിൽ ചോദിക്കാനോ പറയാനോ ഒന്നും നിൽക്കരുത്. സ്റ്റാഫ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇതേ കട്ടിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കാലഴിച്ചിട്ട് അതൊന്ന് ഹൈറ്റാക്കാനും വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക, അപ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ റൺകുട്ടീൻ്റെ റൂം എന്ന് പറയുന്നത്. ഇത് വുഡൻ ഷെയ്ഡ് തന്നെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെളിച്ചം ഈ റൂമിന് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അത് വുഡൻ ഷെയ്ഡിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല, അത്യാവശ്യം നല്ല ചിലവുണ്ടാവും.
പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ റൂമിൽ നിന്ന് തന്നെ ഒന്നും കൂടെ അപ്സ്റ്റെയറിൽ ഒരു റൂമും കൂടി ഉണ്ട്. അവിടെ നിന്നൊരു ബാൽക്കണി സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊന്നും പുട്ടി കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. തൽക്കാലം നമുക്ക് ഒന്ന് ജീവിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുകളിൽ പണി കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. താഴെ മാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളൂ. പിന്നെ ഇപ്പുറത്തെ ഈ ഒരു റൂമാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലും സാധനം സ്റ്റോക്ക് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വിപുലീകരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. തൽക്കാലം ഷോപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ട് അങ്ങനെ വാടക ഒന്നും നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റാഫായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലും അതേപോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റാഫിന് മുകളിലിരുന്ന് ചെയ്യാനും പറ്റുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരെ പഠിപ്പിക്കാനും വേണ്ടി ഇരുത്തുന്നത് കേട്ടോ. കുറച്ചാൽ 1 2 3 4 5 ഇനി 5 3 കുറച്ചാൽ 2 ഫസ്റ്റ് 2 കൊടുക്കാം. 4 കുറച്ചാൽ 0. അമ്മ ഇത് 6 ആണോ 2 ആണോ? അമ്മ ഇത് 2 ആണ്. അമ്മ ഇത് 2 ആണ്. 0 അമ്മ ഇത് 2 ആണ്. 5 2 + 3 എത്ര? 2 കുറച്ചാൽ 2 എടുക്കാം. എന്നിട്ട് 3 എടുക്കുക. എൻ്റെ ഇത് കഴിഞ്ഞു. 1 2 7 ഏത് 7 2 + 3 ആണ്. മഷ്റൂം. ഗുഡ്. 5 + 3 8 അല്ലേ? 5 + 3 8. It's good. Mushroom. Cabbage. Good. മാഷാഅല്ലാ, ഫുൾ മാർക്ക് വാങ്ങി. ചുച്ചുകുട്ടിക്ക് കളറിങ് പിന്നെ അതുപോലെ വരയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അവൾ എന്തോ കുറേ ഇങ്ങനെ കാർട്ടൂൺ പോലെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ മൊത്തം ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ ആൾ അത്യാവശ്യം നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇടയിലൊന്ന് ഭയങ്കര ആരോടും മിണ്ടാതെ സൈലൻ്റായിട്ടൊക്കെ നിന്നൊരു കൂട്ടത്തിലായിരുന്നു. പക്ഷെ പഴയ പോലെ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് വന്നു. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കാനേ പാടില്ല. എന്താ ചുച്ചു ഇത്? പിന്നെ ഐ ലവ് മൈ ഫാമിലി. ഇതാണ് അണ്ണ, ഇത് ദീദി, ഇത് അണ്ണ, ഇത് ദീദി, ഇത് അമ്മി, ഇത് അബി, ഇത് അച്ചി, ഇത് ഞാൻ, ഇത് ഹേസു, ഇത് ഗ്രാൻഡ്പ, അത്ത, പിന്നെ ഇത് അമ്മ. ആഹാ, ഇനി എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചുച്ചിനെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു എല്ലാവരും. ആര്? കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ചുച്ചിനെ കൊണ്ട് സംസാരിപ്പിക്കുമോ, അയച്ചനെ കൊണ്ട് സംസാരിപ്പിക്കുമോ എന്ന്. അയച്ചൻ ഷർട്ട് ഇടാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അയച്ചൻ അപ്പുറത്ത് ഷർട്ട് ഇടാതെ നിൽക്കുന്നുണ്ട്. ബാഗ് വെച്ച് മറക്കടാ. ഇപ്പുറത്തെ ഒരു ബെല്ലുണ്ടോ, ആ ബെല്ലടിക്കുക. ബെല്ലൈക്കൺ ഓണാക്കാൻ പറയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. എന്നിട്ട് ആരെ പഠിപ്പിച്ചന്ന്? അമ്മ പറയുമ്പോൾ കേട്ടതാ. എല്ലാ വീഡിയോസും ലൈക്കും ചെയ്യണം. ആഹാ, ശരി. നിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക്? ഐറിൻ എമി ഷെയ്സൻ KA. ദീദിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. റന തഹനാൻ. അണ്ണാന്റെ? ഹാദി ഹയാൻ. ഹെയ്സുന്റെ? മുഹമ്മദ് ഹെയ്സൻ ഷീസ്. ഇച്ചു ബേബി? ഹെസ്ലിൻ ഹേസൽ സഹറിഷ്. ഓക്കേ. ആരോ അമ്മിന്റെ പേര് പറയട്ടെ. സിലു ടോക്സ്. അല്ല, കുറേ പേര്. സെൽഹ.
സൽഹ ബീഗം. വീഗം. സൽഹ ഹമീദ്. ഈ വീടിന്റെ നമുക്കൊരു പഴയ വീടുണ്ട്. ആ പഴയ വീടിന്റെ പേര് സൽഹ ഹംസിൽ അല്ലേ? ഹംസിലല്ല, അപ്പൊ എന്ത്? മൻസിൽ. മൻസിൽ. ഈ വീടിന്റെ പേരെന്താ? അപ്പൊ ഈ വീടിന്റെ പേരെന്താ? ഈ വീടിന്റെ പേര് എന്തിടണം? പറ. സിലുട്രഡേസ്. സിലുട്രഡേസ് വേണ്ട. പിന്നെ പറ. സിലു അല്ല സൽഹ ഹമീദ്. സൽഹ ഹമീദ്. ഹമീദ് ആരാണ്? അത്ത. ഞാൻ പറയാം. അത്ത. അമ്മിന്റെ ആരാണ്? അത്ത. അമ്മയായിരുന്നു അമ്മീന്റെ അമ്മ. അത്തയായിരുന്നു അമ്മീന്റെ അഭിമാരി. സൽഹ സിലു ബാരിക്. ബാരിക്കോ? അതെന്താ? അതൊരു പേരുണ്ട് സ്കൂളിന്റെ. എനിക്കാണ് ആ പേര്. സൽഹ ഹംസിൽ ബാരിക്. ഹംസിൽ അല്ലടി, മൻസിൽ. എന്നാലും അങ്ങനെ വെച്ചാ മതി. ഹംസിൽ. അല്ല, സൽഹ ഹംസിൽ. വീട്ടിന് മുമ്പില് എല്ലാരുടെ പേരും ഇങ്ങനെ വെക്കും. സൽഹ ബീഗം. അതിന് മുമ്പിൽ അമ്മി അഡ്വക്കേറ്റ് എന്നിടും. അതായത് അമ്മി ആരാവും? വക്കീലാവൂലേ? അപ്പൊ അഡ്വക്കേറ്റ് സൽഹ ബീഗം. പിന്നെ ദീദി ആരാവും? ഡോക്ടർ. ദീദി ഡോക്ടർ. അപ്പൊ ദീദി ഡോക്ടർ ആവുമ്പോ ദീദീന്റെ ഇവിടെ വന്നിരിക്കും, ഇപ്പുറത്ത് വന്നിരിക്കും. അപ്പൊ ദീദി ഡോക്ടർ ആവുമ്പോ ദീദി DR ഇടും. പിന്നെ അതിനുശേഷം അണ്ണ ആരെങ്കിലും ആവുമ്പോ അണ്ണന്റെ പേരിന് മുമ്പിൽ എന്തെങ്കിലും ഇടും. പിന്നെ ചുച്ചു ഡോക്ടർ ആവുമ്പോ ചുച്ചുന്റെ പേരിന് മുമ്പിലും DR ഇടും. അയച്ചൻ ആരാവാ? അപ്പൊ അയച്ചന്റെ മുമ്പിൽ ഇങ്ങനെ പോലീസ് അയച്ചൻ, IPS അയച്ചൻ. അതിന്റെ ഫ്ലാഗ് ആണ്. ഇന്ത്യയുടെ ഫ്ലാഗ്. നിന്റെ ക്യാമറമാനാ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ തന്നെ ലൈക്ക്